വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് പ്രവേശിക്കുവാൻ ഇസ്രയേൽ ജനങ്ങൾ തയ്യാറായി. അവിടെ യെരിഹോ എന്ന ശക്തമായ പട്ടണമുണ്ടായിരുന്നു. യെരിഹോ പട്ടണം ശക്തമായ കോട്ടമതിലുകൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരുന്നു. നേതാവായ യോശുവ 2 ഒറ്റുകാരെ യെരിഹോ പട്ടണത്തിലേക്ക് അയച്ചു. രാഹാബ് എന്ന സ്ത്രീ അവരെ ഒളിപ്പിച്ചു. കാരണം അവൾ ഇസ്രയേലിന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അവൾ അവരെ പട്ടണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചു. ഇസ്രയേല്യർ വാഗ്ദത്ത ദേശത്തിലേക്ക് കടക്കാൻ യോർദാൻ നദി കടക്കേണ്ടി വന്നു. പുരോഹിതന്മാർ നദിയിൽ കാൽ വെച്ചപ്പോൾ വെള്ളം നിൽക്കുകയും ജനങ്ങൾ ഉണങ്ങിയ നിലത്തുകൂടി കടക്കുകയും ചെയ്തു. ദൈവം പറഞ്ഞതുപോലെ അവർ 6 ദിവസം പട്ടണത്തിന് ചുറ്റും നടന്നു. 7-ാം ദിവസം അവർ 7 പ്രാവശ്യം പട്ടണത്തിന് ചുറ്റും നടന്നു. പുരോഹിതന്മാർ കാഹളമൂതുകയും ജനം ഉച്ചത്തിൽ ആർത്തുവിളിക്കുകയും ചെയ്തു. അപ്പോൾ യെരിഹോയുടെ വലിയ മതിലുകൾ ഇടിഞ്ഞു വീണു. രാഹാബിനെയും അവളുടെ കുടുംബത്തെയും ഇസ്രായേല്യർ രക്ഷിച്ചു. ഗിബയോന്യർ ദൂരത്ത് നിന്നവരാണെന്ന് പറഞ്ഞ് യോശുവയെ വഞ്ചിപ്പിച്ചു. അവർ ദൈവത്തോട് ചോദിക്കാതെ സമാധാന ഉടമ്പടി ചെയ്തു. പിന്നീട് അമോര്യർ വലിയ സൈന്യവുമായി ഗിബയോന്യരെ ആക്രമിച്ചു. യോശുവയും ഇസ്രയേൽ സൈന്യവും രാത്രി മുഴുവൻ സഞ്ചരിച്ചു അവരെ രക്ഷിക്കാനെത്തി. ആ ദിവസം ദൈവം ഇസ്രയേലിനു വേണ്ടി യുദ്ധം ചെയ്തു. ദൈവം ശത്രുക്കളുടെ മേൽ വലിയ കൽമഴ അയച്ചു. സൂര്യന് ആകാശത്ത് നിൽക്കുകയും ഇസ്രയേലിന് യുദ്ധം ജയിക്കാൻ സമയം ലഭിക്കുകയും ചെയ്തു. അവസാനം ദൈവം വാഗ്ദത്ത ദേശം ഓരോ ഗോത്രങ്ങൾക്കും പങ്കുവച്ചു. വൃദ്ധനായ യോശുവ ജനങ്ങളെ വിളിച്ചുകൂട്ടി. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാമെന്ന് അവർ വീണ്ടും വാഗ്ദാനം ചെയ്തു. ദൈവത്തെ വിശ്വസിച്ചവർ വാഗ്ദത്ത ദേശം സ്വന്തമാക്കി.